തിരനുറയും ഹലോ എന്താണിത്? എന്താണ് രേണു? കുളിനാനൊന്നുമില്ലേ? മാന്തൊക്കെ ചെയ്യണു? അല്ല, ഇതെന്തൊക്കെ ഈ നാവും കൊണ്ടൊക്കെ കാട്ടണ്? ഇതെന്താ വല്ല പാമ്പുവാ? ഇതിഞ്ഞ് കടിക്കുവോ? അതോ ഇനി വല്ല നരമ്പിന്റെ അസുഖം എന്തേലും ഉണ്ടോ? എന്തായാലും കുറച്ചാണ്ട് മാറിക്കാലേ. അപ്പൊ ഇതാണല്ലേ ഈ സുനക്ക് ലൈവില് പരിപാടി? ഇത് സുധിച്ചേട്ടന് വേണ്ടിയിട്ടൊന്നല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് സുധിച്ചേട്ടന് വേണ്ടിയല്ല. ഇത് പിന്നെ ഈ തള്ളക്കേ മറ്റേത് അതന്നെ. എന്താ ചെയ്യാല്ലേ? ഇത് മാത്രന്നല്ല, ഇങ്ങനെ കുറെ തൈക്കളവികൾ ഇറങ്ങിക്കണു. ഇവരൊക്കെ വിചാരേ ഇതൊന്നും ആരും അറിയില്ല എന്നാണ്. ഇതാരോടുത്ത് പുറത്ത് കെട്ടുക്കണു. അതിനാലിപ്പോ ലോകം മൊത്തം കണ്ടുക്കണു. എന്നിട്ടിപ്പം ഇമാതിരി എക്സ്പ്രഷനും കാട്ടപരാധങ്ങളും കാണിച്ചതിന് ഒരു കുഴപ്പമില്ല. അതെടുത്ത് ചൂണ്ടിക്കാട്ടീനാണ് ഇപ്പൊ പ്രശ്നം. എന്നിട്ട് അതിന് മറുപടി ആയിട്ട് വന്നിക്കണു. അതൊന്നും കണ്ടോക്കി. സബിനകത്ത് കയറി ഇരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. മനസ്സിലായി, ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. എന്താ പറഞ്ഞേ? ആസ്വദിച്ചിക്കേ? അന്നൊക്കെ ആസ്വദിക്കാൻ മാത്രമേ ഇത്രക്ക് ദരിദ്രവാസികളൊക്കെ ഉണ്ടോ? ഏതാപ്പാ ദരിദ്രവാസികള്? അല്ല, എന്താപ്പാ ആസ്വദിക്കാന്? സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അറപ്പാ തോന്നിയേ. അതുമല്ല, വല്ല പൊന്തക്കാട്ടിന്ന് നീച്ചു വന്ന മാതിരി ഉണ്ട്. അവിടെ ഇപ്പടി മാന്തിയിട്ടും പിന്നെ ഓഞ്ഞൊരു എക്സ്പ്രഷനും. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, കുളി നനയൊന്നും ഇല്ലാലേ. എനിക്കിതൊക്കെ കാണുമ്പല്ലേ സലീം കുമാർ ഒരു പടത്തിൽ പറയുന്നുണ്ട്, മണത്തിട്ടാട്ടിയതെന്ന്. ഇതിനെ കാണുമ്പോഴേ സത്യത്തിൽ അങ്ങനെ തോന്നണേ, ഒരു മണത്തിട്ടാട്ടിയ മണവാട്ടി. എന്നിട്ട് ഇത് കാണാനും കുറെ മനുഷ്യന്മാര് റീചാർജും ചെയ്തിട്ടേ ഇതിന്റെയൊക്കെ ലൈവ് കാണുന്ന ആൾക്കാരെ സമ്മതിക്കന്നെ വേണം.